വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ 1/2 കിലോ കരിമീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കരിമീൻ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ തിളപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കരിമീൻ നമുക്ക് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഒരൊറ്റ വര വരഞ്ഞാൽ മതി. നമുക്ക് ഈ രീതിയിൽ നമുക്ക് കരിമീൻ ഒന്ന് വരയാം. അങ്ങനെ ബാക്കിയുള്ളപ്പോൾ എടുത്തിരിക്കുന്ന ചെറിയ ടൈപ്പ് കരിമീനാണ് എടുത്തേക്കണം. അപ്പോൾ എല്ലാ മീനും നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ വരഞ്ഞ കരിമീൻ നമുക്ക് ഒരു പാത്രത്തിലേക്ക്, അതായത് ഒരു ചട്ടിയിലേക്ക് നമുക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മസാല നമുക്കൊന്ന് തയ്യാറാക്കാം. അപ്പോൾ കരിമീൻ തിളപ്പിച്ച് റെഡിയാക്കാനായിട്ട് നമ്മളൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സവാള സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്താണ്, അതായത് ചെറിയ 2 സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളകാണ് നമ്മളെടുത്തിരിക്കുന്നത്. പിന്നീട് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളിയുടെ അല്ലി. അടുത്തായിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ നമ്മൾ ചേർത്ത പൊടിയുടെ ആ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അടുത്തായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ തിളപ്പിക്കാനായിട്ടുള്ള മസാല തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണ്. തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്കിത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ കരിമീനാണ്. കരിമീനെ ഒരുപാട് വേവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു 6 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മൾ മീൻ വെച്ചിട്ട് ഏകദേശം 6 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വിനാഗിരിയുടെ കുപ്പിയുടെ ആ ഒരു മൂടി തന്നെ 2 മൂടി വിനാഗിരിയാണ് നമ്മൾ ഒഴിച്ചേക്കണത്. ഒരുപാടൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് ഇളക്കേണ്ട കാര്യമില്ല. നമുക്ക് ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. കരിമീനാണ്, ഇളക്കി കഴിഞ്ഞ് പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള കരിമീൻ തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.